അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അതാ ഷമ്മാസ് നുസൈബിയോട് പറയുന്നു, നുസി, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. ഇക്ക, സമയമായോ? സമയമായിട്ടില്ലല്ലോ. അല്ല, ഞാൻ പോയിട്ട് വരാം. എന്തൊക്കെ തന്നെയായാലും ഇന്ന് ഉമ്മയെ ഡിസ്ചാർജ് ചെയ്യണം, പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ മുസ്ലിം തങ്ങളും ഷെരീഫ ബീവിയും മാത്രമാണുള്ളത്. നമ്മൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിലേ. നീ വരുന്നുണ്ടോ നുസി, അതോ ഞാൻ പോയാൽ മതിയോ? ഇക്ക, ഞാനുണ്ട് പഠിച്ചോനെ. നിങ്ങളെന്തീ പറയണത്? ഉമ്മാനെ നോക്കാൻ പിന്നെ ഞാനില്ലാതെ പിന്നെ ആരാ? ഉമ്മാക്ക് പഠിച്ചോനെ എനിക്കെന്നെ സമാധാനമില്ല. റബ്ബേ, ഉമ്മാക്ക് ഞാൻ ഇല്ല, ഞാൻ കഴിയൂല. എന്നാൽ വേഗം സെറ്റായിക്കോ. അങ്ങനെ അത് ഷമ്മാസ് വേഗം തഹജ്ജുദ് നമസ്കരിച്ച് പള്ളിയിലേക്ക് പോകുന്നു. നിസ്കാരം കഴിഞ്ഞ് അതാ പള്ളിയിൽ നിന്ന് തിരിച്ചു വരാൻ സമയത്ത് ഉസ്താദ് ചോദിച്ചു, ഷമ്മാസ്, ഇന്നെന്താ ഇത്ര ധൃതിയിൽ പോകുന്നത്? അല്ല, ഉമ്മാൻ്റെ അവസ്ഥ, ഉമ്മാനെന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് ഷമോനെ. പിന്നെ ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തായാലും നവാസിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയത് ഉമ്മാനോട് തുറന്ന് പറയുകയാണ് നല്ലത്. ഇനിയൊന്നും മറച്ചു വെക്കണ്ട. കാരണം ഇനിയും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താണെന്നോ, ഇനിയൊരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്കതൊരു ഷോക്കായിരിക്കും. അതിപ്പോൾ സാവകാശം നമ്മുടെ മുസ്ലിം തങ്ങളാണോ അല്ലെങ്കിൽ മുസ്ലിം തങ്ങളുടെ ഭാര്യ ഷെരീഫ ബീവിയോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. എന്തായാലും കാരണം എന്താ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മയുടെ പ്രാർത്ഥന അത് ഏറ്റവും മികച്ചതാണ്. ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കും. ഇതിപ്പോൾ ഉമ്മയുടെ പ്രാർത്ഥന നവാസിന് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്, അള്ളാഹ് എൻ്റെ മോനെ രക്ഷിക്കണം. പക്ഷേ നവാസ് അകപ്പെട്ട ഈ ഒരു പ്രതിസന്ധി ഉമ്മ അറിയുന്നില്ല. ഉമ്മയുടെ കൈകളെന്ന് വെച്ചാൽ എപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ഉമ്മമാരുടെ ദുആയാണ്. അതെ, പ്രസവിച്ച ഉമ്മയുടെ ദുആ, അതിനൊരു ഇടയിലൊരു അകൽച്ചയില്ല, എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അറിയണം, നവാസ് ജയിലിൽ പോയത് ഉമ്മാക്ക് അറിയണം. നവാസിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതോ നവാസിനെ കേസിൽ അകപ്പെടുത്തിയതും ഉമ്മ അറിയണം. അതായത് ഇനിയും മറച്ചു വെക്കുന്നത് ശരിയല്ല. ഒരു പക്ഷേ ഉമ്മയുടെ പ്രാർത്ഥന അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ മോൻ ഇവിടെ ബിസിനസ്സിന് പോയതാണെന്ന നിലക്കാണ് ഉള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സത്യം ഉമ്മയോട് തുറന്ന് പറയണം. അത് കയ്പാണെങ്കിലും സത്യം തുറന്ന് പറയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. കാരണം ഉമ്മമാരുടെ പ്രാർത്ഥന ഭയങ്കര പവറാണ്. ആ ഒരു പവർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതെ, ഫൈസി ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി. പക്ഷേ എനിക്ക്, ഷാമോൻ നീ പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഷെരീഫ ബീവിയോ അല്ലെങ്കിൽ മുഹ്സിൻ തങ്ങളെയോ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, അവർ അതിനനുസരിച്ച് ചെയ്തോളും. എന്താ, പറ്റില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. എന്നാൽ ഒരു നിമിഷം അതാ ഉസ്താദ് ഷമ്മാസിൻ്റെ അരികിൽ വന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറ്റൊന്നുമല്ലായിരുന്നു, പടച്ച റബ്ബേ, അല്ലാഹ് റഹ്മാനെ, ആ ഒരു അവസ്ഥ. അതെ, ഇന്നലെ സമീറയുടെ ഒരു കുഞ്ഞിൻ്റെ കാല് പിടിച്ച് സൗദ പിടിച്ച് വലിക്കുന്ന അവസ്ഥ. റബ്ബേ, ആലോചിച്ചുകൂടാ. അവൾ ശരിക്കും അഭിനയിക്കുകയാണെന്നാണ് മുസ്ലിം തങ്ങൾ വരെ പറഞ്ഞത്. ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ലല്ലോ. ഷമ്മാസ് ചിന്തിച്ചു. എന്നാൽ ഫൈസി ഉസ്താദ് വിളിക്കുന്നു, ഷമ്മാസ്, എന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്നാൽ സമീറയെയും കുഞ്ഞുങ്ങളെയും കുറിച്ചായിരുന്നു ഷമ്മാസ് ചിന്തിച്ചത്. പടച്ചോനെ, അല്ലാഹ്, ജീവിതത്തിൽ വലിയൊരു തലവേദനയാണ് സൗദ എന്നുള്ള ആ ഒരു സംഭവം. എനിക്കറിയുന്നില്ല എന്താണ്, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും വയ്യ, വീട്ടിൽ നിർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ. ഇറക്കി വിട്ടാൽ അത് നവാസ്കിയോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. കാരണം ഒരു കുഞ്ഞുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നന്നാവും നാളെ നന്നാവുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. റബ്ബേ, പലപ്പോഴും കൈ തരിക്കാറുണ്ട്. എൻ്റെ നുസൈബിയാണെങ്കിൽ ആ സ്വഭാവം ചെയ്യുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അടിച്ചിരുന്നു. പക്ഷേ ക്ഷമിച്ച് നിൽക്കുകയാണ് ഞാൻ. ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നാണല്ലോ. അതെ, ക്ഷമയ്ക്കുമുണ്ടല്ലോ ഒരതിര്. പക്ഷേ അവൾ കൂടുതലായിട്ട് എൻ്റെ അരികിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അവൾ എൻ്റെ ഭാര്യയേക്കാൾ കൂടുതലായിട്ട് എന്നെ കെയർ ചെയ്യുന്ന പോലെ. സ്വന്തം കുഞ്ഞിനെ നോക്കുന്നില്ല, സ്വന്തം ഭർത്താവിനെ നോക്കുന്നില്ല, പക്ഷെ എൻ്റെ നേർക്കാണ് അവളുടെ കണ്ണ്. മുസ്ലിം തങ്ങൾ പറഞ്ഞത് ശരിക്കും യഥാർത്ഥം തന്നെയാണ്. അതൊക്കെ ഒരു അഭിനയം മാത്രമായിരിക്കും. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ അവൾ ഉപദ്രവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾ സുഖമില്ലാത്തതാണ് എന്നുള്ളൊരു പേരും ഉണ്ടാവും. അതാണ് പല മാനസിക രോഗികളും പലരും അഭിനയിക്കുന്നവരും ഉണ്ട്. ചിലർ അങ്ങനെയാണ്. പഠിച്ചോനെ, എല്ലാ ഷെറിനെ തൊട്ടും നീ കാത്തു രക്ഷിക്ക്. ഷാമോനെ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യട്ടോ.
ഉമ്മ ഈ വിവരം അറിയണം. നവാസ് ജയിലിലായതിൻ്റെ കാരണമൊക്കെ ഉമ്മ അറിയണം. ഉമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഉമ്മയുടെ ആ ദുആ അങ്ങോട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാം അങ്ങോട്ട് മനസ്സറിഞ്ഞ് പടച്ച റബ്ബ് അതങ്ങ് റെഡിയാക്കി തരിക കേട്ടോ. ആയിക്കോട്ടെ, ഇന്നും ഉമ്മയെ ഡിസ്ചാർജ് ചെയ്യാണ്. ആയിക്കോട്ടെ ഷാമോന്, എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ അതാ ഷമ്മാസ് പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് മുഹ്സിൻ തങ്ങൾ വിളിച്ചത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം തങ്ങളെ. എങ്ങനെ ഉമ്മാൻ്റെ മോനെ? ഒന്നും നീ വിഷമിക്കണ്ട ഷാമോനെ. പിന്നെ ഉമ്മക്ക് റാഹത്തല്ലേ? ഷെരീഫ ബീവി അവർക്കിങ്ങനെ ചൊല്ലി ഊതി കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല റാഹത്ത് തന്നെയാണ്. ഉമ്മാൻ്റെ മുഖത്തിനൊക്കെ നല്ല തെളിച്ചുണ്ട്, നല്ലോണം മാറ്റമുണ്ട് ശരിക്കും. പിന്നെ എന്തൊക്കെ തന്നെയാലും ഡോക്ടർ വന്നിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് ചോദിച്ചു. അത് നമുക്കൊരു 10 മണിയൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതാ ഒരു നിമിഷം പിന്നെ ഇടക്കിടക്ക് ചോദിക്കുകയാണ് നവാസ്, എൻ്റെ നവാസ് മോൻ എവിടെ, എൻ്റെ കുട്ടിനെ ഒന്ന് കാണിച്ചു തരുമോ, അതിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷെരീഫ് പറഞ്ഞു, ഉമ്മ നവാസ്കൊക്കെ വരും, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ, ഉമ്മാൻ്റെ മക്കളെങ്ങനെ ഉമ്മാനെ വിട്ടു പോവോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചേക്കണ്. എന്നാൽ ഒരു നിമിഷം അതാ ഷമ്മാസ് പറയുന്നു, തങ്ങളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യടാ? അതായത് എനിക്ക് ഉമ്മയോടൊന്ന് അത് ഓപ്പണാക്കി പറയണമെന്ന് ഫൈസി ഉസ്താദ് എന്നോട് പറഞ്ഞു. ഓപ്പണാക്കിയെന്ന് വെച്ചാൽ അത് ജയിലിലാണെന്നുള്ള കാര്യം, അവനെ കൊണ്ടുപോയ കാര്യം, പോലീസ് കൊണ്ടുപോയത്. അതെ, അത് പറയണം. ഉമ്മ ഉൾക്കൊള്ളണം. ഉമ്മ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് ഉമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ നവാസ്കയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. ഇതുവരെ അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രാർത്ഥന ഉമ്മ പ്രാർത്ഥിക്കണമില്ലല്ലോ. അതെ, മക്കളെ എന്തെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ഉമ്മമാർ പ്രാർത്ഥിക്കുമ്പോഴേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ആ ഉമ്മ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പടച്ച റബ്ബ് പെട്ടെന്ന് സ്വീകരിക്കും. മറ്റുള്ളവർ ദുആ ചെയ്യുന്ന പോലെയല്ല സ്വന്തം പെറ്റുമ്മ ദുആ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവറാണ്. അതുകൊണ്ട് മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, ശരിയാണ്, എൻ്റെ മനസ്സിലും തോന്നിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അതെല്ലാം കേട്ട് വയലൻ്റ് ആകുമെന്ന് തങ്ങളെ അതിന് ഞാൻ പറയുന്നില്ല. തൽക്കാലം ഷെരീഫ ബീവിയോടൊന്ന് ഉമ്മയോട് മയത്തിലൊന്ന് പറയാൻ പറയുമോ? ശരിക്കും ഐഷുമ്മയോട് അത് പറയുവാൻ വേണ്ടി അതാ ഷമ്മാസ് ആവശ്യപ്പെടുന്നു. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരു പരീക്ഷണം പോലെയാണത് പറഞ്ഞത്. റബ്ബേ, എൻ്റെ ഉമ്മക്കെങ്ങാനും അത് കേട്ട് ഹാർട്ട് അറ്റാക്ക് എങ്ങാനും വന്നു പോയാൽ റഹ്മാനെ, ഞാൻ എൻ്റെ ഉമ്മയെ ഷമ്മാസിന് നല്ല ഭയവും ഉണ്ടായിരുന്നു, വല്ലാത്ത ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ പറയാതിരിക്കാനും വയ്യല്ലോ. ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ കളവ് പറയാണ്, ബിസിനസ് കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് തന്നെ റജിനത്തെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഒന്ന് എന്താ വിവരം അറിയാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഉമ്മാൻ്റെ അവസ്ഥ ഇതായി തീർന്നു. പഠിച്ചോനെ, ഷെരീഫ ബീവിക്ക് അതിനുള്ള ഒരു കഴിവ് നീ കൊടുക്ക് റഹ്മാനെ, ആമീൻ. അങ്ങനെ ഷമ്മാസ് സങ്കടത്തോടെ വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ മുഹ്സിൻ തങ്ങൾ. ഷെരീഫ ഇക്ക, ഐഷുമ്മക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ചായ കൊടുത്തു. ഓക്കെ. ഷെരീഫ എങ്ങനെയുണ്ട് ഇപ്പോൾ? അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചിരിയും കളിയൊക്കെ തുടങ്ങിയിരിക്കണ്. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്നോടും തന്നെ കുറച്ച് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഒരു മനസ്സിൻ്റെ ഒരു ഇത് വിട്ടുക്കണ്. ഷെരീഫ ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് കാര്യക്ക? അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവാസിനെ നിരപരാധിയായി ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോയതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് ഷമ്മാസ് വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്ന് അതാ ഷെരീഫ ബീവി പറഞ്ഞു, തങ്ങളെ അത് പറയുമ്പോഴേ അവർക്ക് വിഷമം. ഇപ്പം നല്ല ഹാപ്പിയാണ്. അവരെ മുഖത്ത് തന്നെ ആ പഴയ പ്രകാശം ഇങ്ങോട്ട് തിരിച്ചു വന്നിക്കണ്. എന്താ അറിയില്ല, ക്ഷീണം ഇതൊക്കെ മാറിയിക്കണ് വല്ലാതെ. ഇടയ്ക്കൊരു ചോദ്യമുണ്ട്, എൻ്റെ മോന് എത്തിയാന്നാവല്ലേ, എൻ്റെ മോന് വന്നാന്നാവും, ആ ഒരു ചോദ്യമുണ്ട്. അല്ലാതെ വേറൊന്നും. ഷെരീഫ നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ, നീ എന്തൊക്കെ തന്നെയാലും ഒന്ന് പറഞ്ഞു നോക്ക് കേട്ടോ. പഠിച്ചോൻ കാക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചാലോ എനിക്ക് പേടി. ഒന്നും സംഭവിക്കില്ല, ഒരു പേടിയും പേടിക്കണ്ട, പഠിച്ചോനല്ലേ വലുത്. അങ്ങനെ അതാ ഷെരീഫ ബീവി ഉമ്മയുടെ അരികിലിരുന്നു. ഉമ്മയുടെ മുടിയിഴകളിലൂടെ പതുക്കെ അവർ തലോടി കൊടുത്തു. മോളെ, എൻ്റെ കുട്ടി തലയിലൊക്കെ തൊടുമ്പോൾ എൻ്റെ നുസി തൊടണതേപോലെ തന്നെയാണ്. എൻ്റെ നുസി ഓള് പോയിട്ട് വന്നിട്ടില്ലല്ലോ ബീവിയെ. എൻ്റെ പൊന്നാരുമ്മ
അതെ നുസിക്ക് പകരം ഞാനിവിടെ ഉണ്ടല്ലോ. എടി എനിക്ക് പെമ്മക്കൾ വെച്ചിട്ട് എനിക്ക് ഒരു മോളേ ഉള്ളൂ. ഏ ഒരു മോള് സാജി, പിന്നെ പോള് ചെറിയ കുട്ടീനും, പിന്നെ ഓളെ കുട്ടികളും ഓളെ പുതിയാപ്പിളൊക്കെ ആയിട്ട് ഓലങ്ങനെ അവിടെ ജീവിക്കാണ്. എന്നോട് വിളിച്ചൊക്കെ പറഞ്ഞ് ചോദിച്ചൊക്കെ ചെയ്തിന്, ഉമ്മ ഞാൻ വരട്ടെ കാണാൻ വന്നുകാണ്ട് ഓലുണ്ടോളും പോയി. പിന്നെ ഞാൻ പറഞ്ഞു ആ കുട്ടികളെയും മക്കളും നിന്നിട്ട് ഇവിടെ നിൽക്കണ്ട, എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ നുസി സത്യം പറയാലോ, എനിക്ക് 3 ആൺകുട്ടികളും ഒരു പെണ്ണുമാണ്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ സാജിനെ ഞാൻ കുറ്റം പറയല്ല. ഓൾക്ക് എന്നെ അതേപോലെ നോക്കാനും നിൽക്കാനൊന്നും കഴിയൂല. എൻ്റെ നുസിയാണെങ്കിൽ പിന്നെ മട്ടത്തിന് അങ്ങനെ നിൽക്കും. സാജിക്കൊക്കെ എളുപ്പമുണ്ട്. ഓൽക്കൊന്നും എൻ്റെ ഒപ്പം നിന്നങ്ങനെ ഇതായിട്ടില്ലല്ലോ. ഓലൊക്കെ കെട്ടിച്ച് വിട്ട് ഓലെ പുതിയാപ്പിളാരൊപ്പം അങ്ങനെ നിൽക്കല്ലേ. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുട്ടിനെയും കാക്കലുമില്ല. പക്ഷെ എൻ്റെ നുസി ഉണ്ടല്ലോ, പൊന്നാരൻ്റെ ഷെരീഫ ബീവി, ഞങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓളെ നിങ്ങൾക്ക് അറിയോ ഓളെ ചരിത്രമൊക്കെ? എൻ്റെ വലിയോനല്ല, രണ്ടാമത്തോനെ, എൻ്റെ നവാസിൻ്റെ ഇളയതൊന്നുണ്ട് ഫൈസൽ. നിങ്ങൾക്ക് അറിയോ എനിക്കറിയില്ല. ഓൻ കെട്ടിയതേനല്ലോ ഓളെ, എൻ്റെ നുസിനെ. ശരിക്കും ഷെരീഫ ബീവി അത്ഭുതപ്പെടുകയാണ് അതെല്ലാം കേട്ട്. പറയുകയാണെങ്കിൽ കഥയൊക്കെ കുറേ പറയാണ്ട്. എന്തൊക്കെ തന്നെയാലും അല്ലമ്മ അത് എൻ്റെ നുസിനെ ഓൻ കെട്ടിയതേനെ. പിന്നെ ഓനതൊന്നും പറ്റൂല, ഈ നല്ലോണം മറച്ച് നടക്കലും അതും ഇതൊന്നും ഓനെ പറ്റൂല. ഓനെ കുറച്ച് ഫാഷൻ്റെ തീല. ഇവളാണെങ്കിൽ നല്ലോണം ദീനിയായി നടക്കുന്ന പെൺകുട്ടിയേനു. എന്തൊക്കെ തന്നെയായാലും ഇവള് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വന്നു കാണും മുസായിഫ് ചോദിച്ചപ്പോൾ അന്നെല്ലാവരും കൂടി കളിയാക്കലും ചിരിച്ചലും അങ്ങനെയൊക്കെ തന്നെ ആയിനു. അന്നത്തെ കാലത്തൊക്കെ ഒരു കഥയും തന്നെ ആയിനു. നമ്മളും ഇത്ര വലിയ ചിട്ടിങ്കാരൊന്നും ഇല്ലേനു. അങ്ങനെയേനും. എന്തൊക്കെ തന്നെയായാലും പിന്നെ ഇവന് മാണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഇട്ട് ഇടങ്ങാറാക്കിയേക്കും നുസിനെ. അന്നും എനിക്ക് എൻ്റെ മനസ്സിക്ക് വലിയ തൃപ്തിയാണ് കേട്ടോ ഓളെ. എന്തൊക്കെ തന്നെയായാലും ഓന് കൊണ്ടാക്കിയിട്ട് ഞാൻ വല്ലാത്തൊരു വേദന എനിക്ക് തോന്നി. എന്താണല്ലോ, പറ്റേ പാവാണ് നുസിൻ്റെ പെരക്കാർ. അന്ന് നല്ല രസം, നല്ല ചുറുക്കുള്ള പെൺകുട്ടിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കെട്ടിയതാണ്. വേറെ വലിയ പൈസയും സ്വത്തും പൊന്നൊന്നും വേണ്ട, കാണാൻ നല്ല ലുക്കുള്ളൊരു പെൺകുട്ടിനെ മതി പറഞ്ഞുകൊണ്ട് ഓനേതായാലും കാണാം. ബ്രോക്കറിനോട് പറഞ്ഞതൊക്കെ തന്നെയേനു, നല്ല ഒരു പെൺകുട്ടിനെ കിട്ടാനൊക്കെ കിട്ടി. പൊന്നാര പടപ്പേ നിങ്ങളോട് പറയാൻ. അതിൻ്റെ ശേഷം തുടങ്ങി ഓനക്ക് നല്ല മോഡൽ വസ്ത്രം ഇടണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എൻ്റെ കുട്ടി ഇടങ്ങാറേക്കണ്. ഞാനിപ്പോൾ അതൊന്നല്ല പറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ ഫൈസലോളെ കൊണ്ടാക്കി അപ്പോത്തിന് എന്താട്ടി ഓല് കടത്തിൽ മുങ്ങി നിൽക്കുക. ചെറിയ വീടും കാര്യങ്ങളും, പട്ടിണിയാണ് ഓൽക്ക്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും എന്താ പറയുക, പാവ ഈ ബാപ്പ കടം വാങ്ങിക്കാണ്ട് മന്തി കൊണ്ടുവരാൻ പോയല്ലോ അപ്പോത്തിന് ഫൈസൽ പോയി. എന്നിട്ട് ആ മന്തിയായിട്ട് തിരിച്ച് വന്നപ്പോൾ ഓല് പോയല്ലോ എന്ന് പറഞ്ഞു. അന്ന് നുസൈബ കുറേ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താല്ലേ, കടം വാങ്ങിക്കൊണ്ടുവരും അപ്പോത്തിന് മരുമകൻ പോവുക, അങ്ങനെയൊക്കെ എൻ്റെ കുട്ടി കുറേ ഇടങ്ങാറായിക്കണം, കഷ്ടപ്പെട്ടിക്കണം. അതൊന്നല്ല, പിന്നെ ഓലെ തീരെ ഇങ്ങോട്ട് ഓളോട് തീരെ ഇതൊന്നുമില്ല. എനിക്കോളെ കൊണ്ടുവരനെ വേണ്ട, ഓളവിടെ നിൽക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് സുഖമില്ലാതെ ആശുപത്രിക്ക് വന്നു. ഇപ്പോൾ സാജിയും കുട്ടികളൊക്കെ വന്ന് നിന്നും നോക്കായിട്ടൊന്നല്ല ഓലൊക്കെ. ഞാൻ ഇപ്പോൾ സാജി വരാത്തതിനെ പറ്റി പറയണേ. വരാത്തെന്ന് വെച്ചാൽ അങ്ങനെ ഓൾക്ക് അങ്ങനെ ഇങ്ങോട്ട് കഴിയൂല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു മട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മട്ടത്തിന് ഒരു പെൺകുട്ടികൾക്കും പറ്റൂല. നമ്മളെ നുസി അങ്ങനല്ല. ഓൾക്കെന്ന് വെച്ചാൽ എൻ്റെ മട്ടത്തിന് ഓളങ്ങനെ നിൽക്കും. എന്നിട്ട് നോക്കാം, അന്ന് തീർക്കാൻ വെച്ച പെണ്ണെ തീർത്തിക്കണ എനിക്കറിയില്ല, കല്യാണം ഒഴിവാക്കിക്കണമെന്ന് തന്നെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അന്ന് എൻ്റെ കുട്ടി സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിക്കണം എൻ്റെ അടുത്തേക്ക്. സാജിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സാജി വരും പോവും, അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കുട്ടികളൊക്കെ ഇട്ടുകാണ്ടാകുമ്പോഴേക്കൊരു സുഖമൊന്നും ഇല്ലേനു. എന്തൊക്കെ തന്നെയായാലും നിങ്ങളോട് പറയാൻ എൻ്റെ പൊന്നാര ബീവിയെ ഓള് ഒഴിവാക്കിക്കണ് തോന്നുന്നു. എന്നിട്ട് പോലെ അമ്മായിമാൻ്റെ അടുത്തേക്കോള് വന്നിക്കണം എനിക്ക് സുഖമില്ല എന്നെ നോക്കാൻ. എന്നിട്ട് ഓളെ പെരക്കാരൊക്കെ നിർബന്ധിച്ച് കൊണ്ടാനൊക്കെ നിന്നിക്കണം തോന്നുന്നു. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടി പറഞ്ഞു, ഒരിക്കലും ഞാൻ വരൂല, ഉമ്മാക്ക് സുഖമില്ലാതെ ഞാൻ നിന്നാൽ എനിക്ക് സമാധാനം ഉണ്ടോ. എന്നിട്ട് നോക്കാം, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് കാണ്ടും അങ്ങനെ ആയിക്കാണ്ടും ഞാൻ അങ്ങനെ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ ഇങ്ങനൊരു പെൺകുട്ടിയെ നീ പഠിച്ചേക്കണേ, എവിടുന്ന് കിട്ടണം ഇങ്ങനത്തെ മരുക്കളൊക്കെ. അല്ല, അതാണ് എനിക്ക് വല്ലാത്തൊരു. ഇപ്പം നുസി ഉണ്ടാവുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആയിക്കോട്ടെ, എൻ്റെ കുട്ടി പോയിക്കോട്ടെ, തിരുമ്പി കുളിച്ച് കാണും കുട്ടീനെയൊക്കെ നോക്കി ഞാനൊക്കെ പോന്നോട്ടെ, എൻ്റെ കുട്ടീനെ പഠിപ്പ് മുടങ്ങാഞ്ഞാൽ മതി, എനിക്ക് ആ ഒരു പ്രാർത്ഥനയുള്ളൂ. ശരിക്കും നുസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷെരീഫ ബീവി തന്നെ അത്ഭുതപ്പെട്ടു. ശരിയാണ് ഐഷുമ്മ,
അതെ, അവളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഐശ്വര്യം തന്നെ. നല്ലൊരു മോളാണ്. ഒരാളോട് ഒരു കറുത്തൊരു വാക്ക് പറയേ അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊന്നുമില്ല. ഒരാളോട് പോലും എൻ്റെ കുട്ടി അങ്ങനല്ല ഇങ്ങനെ നടങ്ങാണ്ടൊരു ദേഷ്യം പിടിച്ചില്ല. എല്ലാവരോടും ക്ഷമിക്കും, എന്തും ക്ഷമിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടേക്കും പഠിച്ചോ അങ്ങനെ ഒരു ഗുണം കൊടുത്തത് എൻ്റെ കുട്ടീൻ്റെ ഷാമോന്. എൻ്റെ മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഒരു ഇതുള്ളത് എൻ്റെ ഷാമോനോടാണ്. കാരണം ഓൻ അതേപോലെ തന്നെ എന്നെ നല്ലോണം നോക്കും. മറ്റോലെ നോക്കൂല എന്നല്ല പറഞ്ഞു, മറ്റോർക്ക് അതിന് കഴിയൂല എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ അമ്മ അത് വേണോ അതിലെ പോകണോ ഇതിലെ പോകണോ. എൻ്റെ കുട്ടി എൻ്റെ ഇഷ്ടത്തിന് എന്നെ എങ്ങനെ നിന്ന് തരുന്നൊരു മോനാണ്. ഏതായാലും നോക്കേ, നല്ലൊരു മോനുണ്ട് കുട്ടി. അല്ല മറ്റോലും നല്ലതല്ല എന്നിട്ട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നവാസായാലും എൻ്റെ ഫൈസലായാലും നോക്കായിട്ടും പിടിച്ചായിട്ടൊന്നല്ല, സ്നേഹമില്ലായിട്ടും അല്ല. ഓൽക്കണ്ട് പ്രകടിപ്പിക്കാൻ കഴിയൂല. സ്നേഹം ഉള്ളിൽ വെക്കണമല്ലോ, പ്രകടിപ്പിക്കല്ലേ വേണ്ടിയത്. എൻ്റെ മോനാണെങ്കിൽ ഉമ്മ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കാണാൻ എൻ്റെ അടുത്ത് കുറേ നേരം വന്നിരുന്നു. ഞാൻ നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ നേരെ അങ്ങോട്ടുണ്ട് വരും. എന്നിട്ട് പിന്നെ എൻ്റെ കാലുയിഞ്ഞുകൊണ്ടും പിന്നെങ്ങനെ എന്തൊക്കെ എനിക്കറിയില്ല, ഓനങ്ങനെ വാലിൻ്റെ വിരൽ പൊട്ടിച്ചു കൊണ്ടും എന്താ അമ്മ നിങ്ങൾ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇതാണ് എൻ്റെ കുട്ടിക്ക്, അങ്ങനെ ഒരു കിറുവാണ്. ഏതായാലും ഓനെ തന്നെ എൻ്റെ നുസൈക്ക് കിട്ടുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എൻ്റെ നുസൈബാക്ക് എൻ്റെ പഠിച്ചോനെ എൻ്റെ ഷാമുനെന്ന് മലേഷ്യയിലേനു. ഓനവിടെ ഇടങ്ങാറായി നിന്നാണ്. ഓൻ്റെ പഠിപ്പ് മുഴുവനാക്കണം, പിന്നെ ജോലിയും കാര്യങ്ങളും അതും സെറ്റാക്കണം. അങ്ങനെ ഇടങ്ങാറായിരുന്നു എൻ്റെ കുട്ടിക്ക്. പിന്നെ അത് ശീലമായി. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്കൊരു ഗൾഫിൽ നിന്നൊരു മോൻ വരാണ്ടല്ലോ. എൻ്റെ നുസിനാണെങ്കിൽ എനിക്ക് ഒഴിവാക്കാനും തോന്നുന്നില്ല. റബ്ബേ, ഓള് വേറൊരു പെരയിൽ പോയി കഴിഞ്ഞാൽ എന്തേക്കാല അവസ്ഥ. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറായിരുന്നു ഓൾ ഒഴിവാക്കുക എന്നുള്ളത്. ഏതായാലും പഠിച്ചോൻ്റെ ഒരു വിധി കണ്ടില്ലേ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് എനിക്ക് പഠിച്ചോൻ തന്നു. ഓളെ തന്നെ മരുവളായി കിട്ടി. കാരണം എങ്ങനെ എൻ്റെ ഷാമോൻ ഓളെ കണ്ടു, ഈ ജാബൊക്കെ ഇട്ടുകൊണ്ട് നടക്കേനു. അതിൻ്റെ അടി മുഖം കണ്ടിട്ടൊന്നുമില്ല. മൊബൈൽ ഷോപ്പ് കയറ്റിയതൊരു കുട്ടി ഉണ്ടായിരുന്നു, ഷിഫ എന്ന് കൊണ്ട്. ഓളെ ചങ്ങാഴ്ചൻ്റെ അപ്പം അങ്ങനെ വന്നു കണ്ടപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ട്, കണ്ടിട്ട് പാവമൊക്കെ തന്നെയാണ് ഉമ്മ, പാവങ്ങളാണ്, ഇങ്ങനെ ഒരു അത്ര വലിയ നല്ലൊരു പെൺകുട്ടിയൊക്കെ തന്നെയാണ്. അജ് ഓളെ കണ്ടക്കണ മോനെ ചോദിച്ചപ്പോൾ ഇല്ലമ്മ കണ്ടിട്ടില്ല, ഓളെ കണ്ണേ ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞു. മോനെ അങ്ങനെ ഇങ്ങനെയും കണ്ടാലൊന്നും പോരാ, ശരിക്കും മുഖം തന്നെ കാണണം, എന്നൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ തന്നെ ഓല് തമ്മിൽ കണ്ടെന്ത് എനിക്കറിയില്ല. ഇനി പിന്നെ ഒരു ദിവസം ഉണ്ട് എനിക്കിങ്ങനെ കാണിച്ചു തന്നു, ഉമ്മ ആ ഒരു കുട്ടി ഞാൻ കാണിച്ചു തരാം, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം, ആ കുട്ടി പാവമാണ്, നമുക്കൊരു രക്ഷിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഒരു ദിവസം കണ്ട് അത്ഭുതപ്പെട്ട്, എൻ്റെ പൊന്നാര പടപ്പേ നിങ്ങളോട് എനിക്ക് പറയാൻ. അതെ, എൻ്റെ കുട്ടി കണ്ടതേ നുസൈബാനാണ്. അതായത് എൻ്റെ ഫൈസൽ ഒഴിവാക്കിയ നുസൈബാനെ. പഠിച്ചോനോട് ഞാൻ തോരുന്നപ്പോൾ പഠിച്ചോ എനിക്ക് എൻ്റെ ഉള്ളം കയ്യിലുള്ള വെച്ചത്. എനിക്കത് പറയുമ്പോൾ നെഞ്ച് പൊട്ടാണ്. എനിക്ക് അങ്ങനെ കിട്ടിയതാണ് ഓളെ. അതാണ് ശരിക്കും, അതാ ഷെരീഫ് ബീവി പോലും കരഞ്ഞു പോയി. ഉമ്മ നിങ്ങളെ പ്രാർത്ഥന വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ്. അതേടി ഉമ്മമാരെ പ്രാർത്ഥിച്ചാൽ കിട്ടും എല്ലാതും. മക്കൾക്ക് വേണ്ടി നമ്മൾ ഉമ്മാരെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഉള്ളം കയ്യിൽ കൊടുന്നില്ലോടെ എനിക്ക്. എൻ്റെ കുട്ടി ഏതെങ്കിലും പെരയ്ക്ക് കെട്ടിച്ച് പോണിനെ കുറിച്ച് അവിടെ അമ്മായിമാൾ കഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഇടങ്ങാറാകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നോക്കാം എനിക്ക് തന്നെ കിട്ടി. എൻ്റെ ഷാമോനാണ് അവളെ കെട്ടിയതും. എത്ര ഭാഗ്യമായി. ഇപ്പം അൽഹംദുലില്ലാ ഒരു കുട്ടി ഉണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെ എൻട്രൻസൊക്കെ ഞാൻ എഴുതിപ്പിച്ചത്. അന്നിപ്പോൾ നിൽക്കാവൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിന് ഞാൻ എൻ്റെ നിർബന്ധത്തിന് മോളെ അമ്മാൻ്റെ കുട്ടി അത് പഠിച്ചോളി ഇത് പഠിച്ചോളി പറഞ്ഞു കാണ്ട്, പിന്നെ ഡ്രൈവിങ് അടിച്ചാനൊക്കെ ഞാൻ പറഞ്ഞു. അത് പിന്നെ നടന്നിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കാണ്ട് എൻ്റെ കുട്ടീനെ കൊണ്ട് ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് അൽഹംദുലില്ലാ വലിയ റാങ്ക് 1ാം റാങ്ക് തന്നെ കിട്ടിയില്ലേ. അതന്നെ പോരെ. അതുകൊണ്ട് തന്നെ മാഷന്മാർക്കൊക്കെ വലിയ കാര്യം. എപ്പോഴും ക്ലാസ് ഓൺലൈനിലും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഓൾക്ക്. ഓള് അറ്റൻഡ് ചെയ്യുക, അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോവും, അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. എന്തൊക്കെ തന്നെയല്ലേ അങ്ങനെയൊക്കെയാണ്. ഉമ്മമാരെ പ്രാർത്ഥന ഒക്കെ പഠിച്ചോ സ്വീകരിക്കും. എന്നാൽ ഷെരീഫാക്ക് ഇത് നല്ലൊരു ചാൻസായി. ഉമ്മ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഉമ്മമാരെ പ്രാർത്ഥന മക്കൾക്ക് നല്ല ഗുണം ചെയ്യുമല്ലോ അല്ലേ. അതേ മോളെ, എനിക്ക് നല്ല അനുഭവമാണ്. ഞാൻ പഠിച്ച റബ്ബിൻ്റെ മുമ്പിലാണ് പറയണത്. പഠിച്ച റബ്ബിനോട് ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞേക്കണം. ആദ്യം ഞാൻ തഹജ്ജുദ് ഇല്ലേനു, ഫർള് തന്നെ അങ്ങനെ തട്ടിമുട്ടി ഒപ്പിച്ച് പോയിന്. എൻ്റെ കുട്ടി വന്നതിൻ്റെ ശേഷമാണ് കുറേയൊക്കെ മാറ്റം വെച്ചത്. എന്നോട് പറയുമ്മ നമുക്ക് നിസ്കരിക്കുക നേരത്തിന്, അങ്ങനെ തഹജ്ജുദൊക്കെ എനിക്ക് ശീലമാക്കി തന്നല്ല. ഞാൻ ആദ്യം നിസ്കരിച്ചിട്ടൊന്നും ഇല്ലേനു. സുബിയൊക്കെ നിസ്കരിച്ചു, നേരത്തെ കാലത്ത് അടുക്കളയ്ക്ക് എത്താം, ഒന്നും അങ്ങനൊന്നും ഇല്ല. അത്ര വലിയ ചിട്ടൊന്നുമല്ല. ഉമ്രക്കൊക്കെ പോയിക്കണം, ഓലപ്പാൻ്റെപ്പം അജ്ജ് ഉമ്രക്കൊക്കെ പോയിക്കണം. എന്നാലും പെരിയെന്ന് അങ്ങനെയൊക്കെ തന്നെ. ഏതായാലും എൻ്റെ കുട്ടി വന്നതിന് ശേഷം ഞാനും ആളാകെ മാറി, മൊത്തത്തിൽ മാറി എന്ന് മാത്രമല്ല
പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പഠിച്ചോ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അൽഹംദുലില്ലാ. ഒരു നെയ്യത്ത് ഉണ്ടേനു എൻ്റെ എന്തെന്നോ ഞാൻ ഒരു നെയ്യത്ത് ചെയ്തിനു. അതായത് എൻ്റെ ഫൈസലെ നുസൈബാനോ നല്ല തിരിച്ചെടുത്ത് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഉംറക്ക് പോകണമെന്ന് നെയ്യത്ത് നോക്കിക്കാ നിങ്ങൾ. പിന്നെ ആ ഒരു നെയ്യത്ത് ഞാൻ വീട്ടിൽ എപ്പോഴാന്നോ എൻ്റെ നുസി പെറ്റീൻ്റെ ശേഷം. പക്ഷേ പെറ്റത് ഫൈസലിൻ്റെ കുട്ടിനല്ല, മറിച്ച് അതാ എൻ്റെ ഷമ്മാസിൻ്റെ കുട്ടിനെ. എങ്ങനെ ഉണ്ട് ഇപ്പോൾ ആ ഒരു കഥയൊക്കെ ആലോചിച്ചേക്കണം. അതൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് വന്നു എന്നാണ് പറയണത്. എന്നാൽ അതാ ഷെരീഫ ഈ സമയം ഒട്ടും പാഴാക്കില്ല. ഉമ്മ എന്നാ നിങ്ങൾക്ക് നവാസ്കാക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചൂടെ? എൻ്റെ നവാസിന് പോവാൻ ബിസിനസ് എന്ന് കരുതി മണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ കേട്ടപ്പോൾ ഞാനാകെ ബേജാറായി. ഇപ്പോൾ അതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സിന് ആശ്വാസമുണ്ട്. ഉമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഉമ്മ വിഷമിക്കോ? എന്തേ ബീവി പറഞ്ഞോളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞമ്മക്കിപ്പോൾ എന്തേ സന്തോഷമല്ലേ ഉള്ളൂ. നവാസ്കാക്ക് വേണ്ടി നിങ്ങൾ നല്ലോണം ദുആ ചെയ്യോ? എന്തേ ബീവി അങ്ങനെ പറയണത്? അതല്ലേ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. നവാസ്ക അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ ആരൊക്കെയോ നവാസ്കാക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞില്ല. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഒന്ന് വിളിപ്പിച്ചതാണ് നവാസിനെ. ഒരു നിമിഷം അതാ ആയുഷമ്മ ഞെട്ടി. എന്താ ബീവി നിങ്ങളീ പറയണത്? എൻ്റെ കുട്ടിയോ? എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ കുട്ടി ഒരു തൊള്ളി വെല്ലിട്ട് അവരെ കടിച്ചാത്തതാണല്ലോ. ആർക്കെതിരെ എൻ്റെ കുട്ടി ആരെൻ്റെ കുട്ടിക്കെതിരെ കേസെടുത്തത്? അതൊന്നും അറിയില്ല യേശുമ്മ. നിങ്ങൾ ഏതായാലും ദുആ ചെയ്യ്. കാരണം ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല മട്ടത്തിൽ നിരപരാധിയായി തിരിച്ചു വരാനും അപ്പം എൻ്റെ കുട്ടി അവിടെ ജയിലിലേറ്റാണോ? അതെ, ഐഷുമ്മ വിതുമ്പാൻ തുടങ്ങി. അല്ലമ്മ അത് ചോദ്യം ചെയ്യണം അവരെന്തൊക്കെയാന്ന്. ഉമ്മ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏതായാലും നവാസ്ഖാൻ്റെ സ്ഥിതി അങ്ങനെ കൊണ്ടുപോയിക്കണം. പക്ഷേ ഓല് ചോദ്യം ചെയ്തിട്ട് പറയാൻ പറ്റൂലല്ലോ. ഒരുപാട് ശത്രുക്കളുള്ളതല്ലോ. ശത്രുക്കൾ പലരും ചെയ്യേ. മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകം നിങ്ങൾ കേട്ടിട്ടില്ലമ്മ? അല്ല എൻ്റെ കുട്ടിപ്പോ ശരിക്കും ജയിലിക്ക്. അങ്ങനല്ല. അപ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടേ നിങ്ങൾ നല്ല ദുആ ചെയ്യേ. പഠിച്ചോനെ ഒരു കുഴപ്പമില്ലാതെ നവാസ്ഖാനെ വിട്ടയക്കാൻ. ശരിക്കും അതാ ഐഷമ്മ വിതുമ്പിപ്പോയി. പഠിച്ചോനെ എൻ്റെ നവാസ്. അപ്പോൾ എൻ്റെ കുട്ടി ഇതുവരെ. ഉമ്മ അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതാണ്, കുഴപ്പമില്ല, ഒന്നും ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. ബീവിയെ നിങ്ങൾ എന്തൊക്കെ എന്നോട് മറച്ചു വെക്കണം. നിങ്ങളോടൊന്നും മറച്ചു വെക്കില്ല, ഞാൻ തുറന്ന് പറഞ്ഞാണ്. ഉമ്മാരോട് തുറന്ന് പറഞ്ഞാലല്ലേ ഉമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾ രക്ഷപ്പെടുള്ളൂ. പഠിച്ചോൻ എൻ്റെ കുട്ടിയോട് റഹ്മാനെ പെട്ടേക്കണേ. എൻ്റെ കുട്ടിയെ നീ രക്ഷപ്പെടുത്തല്ല. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആയിഷുമ്മ അതും പറഞ്ഞ് കരഞ്ഞു. നിങ്ങൾ കരയല്ലേ? നിങ്ങളിപ്പോൾ നുസൈബാൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, അതൊരു പക്ഷെ നല്ലതിനായിരിക്കും ഇതൊക്കെ. അതെ, നിങ്ങൾ ആദ്യം വിചാരിച്ചില്ലേ നുസൈബ നിങ്ങളെ വിട്ട് പോവുകയാണ്, ഇനി ഒരിക്കലും വരൂല എന്നിപ്പോൾ കണ്ടില്ലേ. അൽഹംദുലില്ലാ പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ അവൾ തിരിച്ചു വന്നില്ലേ. അത് നിങ്ങളുടെ മോൻ്റെ ഭാര്യയായിട്ട് അതുപോലെ എന്തെങ്കിലും നല്ലൊരു കാര്യം ഉണ്ടാവും. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. എന്നാൽ ഐഷുമ്മ അപ്പോഴെല്ലാം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഉമ്മ നിങ്ങളോടൊരു കാര്യം കൂടി പറയാണ്ട്. എന്താ മോളെ? അതായത് ഉമ്മ, അതെ നവാസിൻ്റെ കേസ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെടുത്തെന്ന് പറയാൻ പറ്റൂലല്ലോ. അതായത് അങ്ങനെ ആക്കുകയാണെങ്കിൽ നവാസിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ വരും. ഇന്ന് പുത്തൻവീട് തറവാട്ടിക്ക് വരും എന്നാണ് പറഞ്ഞത്. എൻ്റെ കുട്ടീനെ രക്ഷിക്കാനാണോ? അവർ സത്യസന്ധമായ ഒരു വക്കീലാണ്. പഠിച്ചോനെന്നാൽ എനിക്കൊന്ന് കാണ്ടിരുന്നു അവരെ. എനിക്കൊന്ന് പറയാനായിരുന്നു എൻ്റെ കുട്ടീനെ കുറിച്ച്. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകും. എന്തായാലും നുസൈബയും ഷമ്മാസും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വക്കീൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞോണ്ടി കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടി. അതായത് നിങ്ങളെ മോനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും കേട്ടോ. എല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവരൊരു തീരുമാനം, തെളിവുകളും കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തും. എന്നിട്ട് അന്വേഷണം ആരംഭിച്ച് അതിനനുസരിച്ച് അവരെ കീഴിൽ പോലീസൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് അന്വേഷണം ആരംഭിച്ചിട്ട് അതിനനുസരിച്ച് കേസ് വായിച്ചു തരും. അവരെന്ന് വെച്ചാൽ നല്ലൊരു ഇവരെ ശിഷ്യ കൂടിയാണ്. അതായത് മുസ്ലിം തങ്ങളുടെ ശിഷ്യ കൂടിയാണ്. അവരെന്ന് വെച്ചാൽ കളവും വഞ്ചനയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്ന, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നിരപരാധികളായ ഒരുപാട് ആളുകളെ വിഷമിക്കുന്ന അവസ്ഥയിലുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്ന വക്കീലാണ്. ഒന്നും പ്രതിഫലം ആഗ്രഹിക്കാത്ത.
കാരണം ഈ ദുനിയാവല്ലല്ലോ നമുക്ക്, നാളെ ആഖിറാണല്ലോ നമ്മളെ ജീവിതം. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ വെറും ഒരു ദുനിയാവ് എന്ന് വെച്ചാൽ ഒരു ദുനിയാവ് അതാണ്, കഴിഞ്ഞു പോകും, കുറച്ച് കാലത്തെ ജീവിതമാണ്. പക്ഷേ നമുക്ക് സ്ഥിരമായി ജീവിക്കേണ്ടത് നമുക്ക് ആഖിറത്തിലാണ്. അപ്പോൾ ആഖിറത്തിലേക്ക് ആണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ആഖിറത്തിൻ്റെക്കുള്ള ഇതാണ് നമ്മുടെ റിസ്വാൻ വക്കീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ. ശരിക്കും ആയിഷുമ്മാക്ക് അത് കേട്ടപ്പോൾ അങ്ങനെ ഒരു വക്കീലൊക്കെ ഉണ്ടോ? ആ ഉമ്മ നിങ്ങളൊന്നും വിഷമിക്കില്ലേ, അപ്പോൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഒന്നും മറച്ചു വെക്കുന്നില്ല. നവാസ്ക്ക് ഏതായാലും അവിടെയല്ലേ, അവർ കൊണ്ടുപോയിക്കണല്ലോ. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, അവരെന്തെങ്കിലും ചെയ്യും എൻ്റെ കുട്ടീനെ? ഒന്നും ചെയ്യില്ല, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ലേ. എന്നാൽ അൽഹംദുലില്ലാ സമാധാനമായി. കാരണം ഷെരീഫ ബീവി അത് പറഞ്ഞ് അങ്ങനെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല പെട്ടെന്ന് ബേജാറാകുന്ന രീതിയിലെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ വീണ്ടും ടെൻഷനായി എന്തെങ്കിലും ആകും. നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഉമ്മ ഒന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ. കാരണം നിങ്ങളെ മുമ്പിലേക്ക് നാളെ തന്നെ നവാസ് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മോളെ ഇല്ലമ്മ. ഷെരീഫ ബീവി അതോ ഉമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാ മോളെ നോക്ക്. അപ്പോൾ തന്നെ അവൾ വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നുസിലേ? ഉമ്മ നിങ്ങൾ നുസീദ വന്നിക്കണേ. എൻ്റെ കുട്ടിയെ എവിടെ ഉമ്മയുടെ കുട്ടി? നുസൈബേ അതാ. ഉമ്മ കെട്ടിപ്പിടിക്കുന്നു. അമ്മ എന്തിനാ കരയണത്? ഷെരീഫ ബീവി ഇവിടെ ഇല്ലായിരുന്നോ? മോൾ അറിഞ്ഞോ എന്തെങ്കിലും? എന്തോ ഉമ്മ? എൻ്റെ നവാസ് ഓനെ പോലീസുകാർ കൊണ്ടേക്കണല്ലോ എന്തോ കള്ളക്കേസിലൊക്കെ പെട്ടിട്ട്. എൻ്റെ കുട്ടിക്ക് എന്താ റബ്ബെ പറ്റിയത്? ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ. ഒരു നിമിഷം അതാ ഷമ്മാസ് നുസൈബയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കാരണം ഉമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞത് അറിയിക്കണമെന്നുള്ളത്. കാരണം ഉമ്മയുടെ ദുആ കിട്ടണം നവാസിനെ, എങ്കിൽ മാത്രമേ രക്ഷപ്പെട്ടെന്നുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഒരു നിമിഷം നുസൈബ ഉമ്മയെ അതാ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു. ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ലേ, നമ്മുടെ നവാസ്കൊക്കെ നല്ലത് വരും. ഇന്ന് എന്തായാലും ഒരു വക്കീൽ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഉമ്മാനെ ഡിസ്ചാർജ് ചെയ്യാനും ആയല്ലോ, അപ്പോൾ അതായിരിക്കും നല്ലത് കേട്ടോ. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ കേട്ടോ. മോളെ ഓനെന്താ പറ്റിയത്? അപ്പോഴേക്കും ഷമ്മാസും അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ബീവി അതാ തട്ടും കൊണ്ട് മുഖം മറച്ചു മാറി നിന്നു. ബീവി ഞാൻ കുഴപ്പമില്ല. അങ്ങനെ അതാ അവർ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഉമ്മ മോനെ ഷാമോൻ എൻ്റെ നവാസി എവിടെടാ? നിങ്ങൾ ഇതിനോട് എന്തേ പറയാത്? ഉമ്മ അതിനിപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ സംഭവം അറിയല്ലോ, എന്തൊക്കെ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. ആരോ കള്ളക്കേസിൽ ചുമത്തിയിട്ടുണ്ട്, അതാണ്. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയിടാണെന്നല്ല, ഒന്ന് വിചാരണ ചെയ്യുക എന്ന് മാത്രം. പഠിച്ചോൻ എൻ്റെ കുട്ടി പാവാണല്ലോ. എൻ്റെ കുട്ടി ഒരാളോടും ഒന്നിനും പോകാത്തതാണല്ലോ റബ്ബേ. ഐഷുമ്മ അപ്പോഴും നവാസിന് വേണ്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ ഡോക്ടർ വരുന്നു. ഡോക്ടർ. അപ്പോഴേക്കും ബീവിയൊക്കെ അപ്പുറത്തേക്ക് മാറി നിന്നു. എങ്ങനെയുണ്ട് ഐഷുമ്മ? ഓക്കെ അല്ലേ? ആഹാ നല്ല റിലാക്സ് ആയിട്ടുണ്ടല്ലോ, മുഖത്തൊക്കെ നല്ല പ്രകാശം വന്നിട്ടുണ്ടല്ലോ. എന്തു പറ്റി? നല്ല സന്തോഷത്തിനാണല്ലോ അല്ലേ? നമുക്കും കൂടി പറഞ്ഞു തരുമോ? പൊന്നാര ഡോക്ടറെ, എനിക്ക് സന്തോഷമുണ്ട് ഒരു ഭാഗത്ത് ദുഃഖമുണ്ട്. എന്താ ഉമ്മ? ഇനി ദുഃഖിക്കല്ലേ കേട്ടോ. ഉമ്മക്ക് ഒരിക്കലും ദുഃഖം വരില്ലല്ലോ. കാരണം ഉമ്മ എന്ന് വെച്ച പേര് കേട്ട ആളല്ലേ, ദാനധർമ്മയായ ശീലയായ നല്ല ഒരു, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ ഇന്നലെ അല്ല 2 ദിവസം ഒരു ലൈവ് ഇങ്ങനെ മിഞ്ഞാന്നിങ്ങനെ എൻ്റെ വൈഫ് അത് വെച്ച് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. എന്താ ഈ കേൾക്കണമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞോട് ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കണമെന്നു. അപ്പോൾ ഐഷുമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ ഉണ്ട്, അവർക്ക് വേണ്ടി ദുആയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ആരുടെ കാര്യം പറയുന്നത്? പിന്നെ പുത്തൻ വീട് തറവാട്ടിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഷമ്മാസിൻ്റെയൊക്കെ ഉമ്മയാണല്ലോ, അവരെൻ്റെ പേഷ്യൻ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കാര്യമായിട്ട് ഐഷുമയെ കുറിച്ച് തന്നെ അന്ന് പറഞ്ഞിരുന്നത്. നല്ല ഉസ്താദ്, നല്ല പ്രഭാഷണമല്ലേ. പിന്നുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം, അതായത് എന്നോട് വൈഫ് ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് എന്നെ ഒന്ന് കൊണ്ടുപോകും ഒരു ദിവസം, കുറച്ച് ലോങ് ആണെന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, നമുക്ക് ഒന്ന്, ഞാൻ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം നമുക്ക് ഇൻഷാല്ലാ പോകാം. അങ്ങനെ നല്ല കാര്യങ്ങൾ ഭാര്യമാരൊക്കെ പറയുമ്പോൾ സാധിപ്പിച്ചെടുക്കണമല്ലോ. എന്തൊക്കെ തന്നെയല്ല ഉസ്താദിൻ്റെ ദുആക്ക് ഭയങ്കര പവറാണ് കേട്ടോ. ശരിക്കും
ഐഷുമ്മ ഇത്രക്കും കേളി കേട്ട ആളാന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ് തോന്നിയത് ഐഷുമ്മ. അപ്പോൾ ഇത്രക്കും ഫാൻസാണ് നിങ്ങൾക്ക്, എല്ലാവരും നിങ്ങളെ കാണുവാൻ വേണ്ടി അത്രക്കും കാത്തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അപ്പോൾ പിന്നെ ഡിസ്ചാർജ് എഴുതുകയല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഐഷുമ്മയെ കണ്ടിട്ട് കൊതി തീർന്നില്ല കേട്ടോ. എന്നാൽ ഐഷുമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ അങ്ങോട്ട് പോരി. അങ്ങോട്ടും പോരാലോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ. ഞാൻ സുഖമില്ലാതാകുമ്പോൾ മാത്രം അങ്ങോട്ട് വരും. അങ്ങനെ ആക്കണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങോട്ടും പോരാലോ. നിങ്ങൾ ഭാര്യനെയും കൂട്ടി ഒരു ദിവസം വരും കേട്ടോ. ആയിക്കോട്ടെ ഐഷുമ്മ, ഇൻഷാ അല്ലാ. ഉമ്മ ഇപ്പം ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രഷർ ഷുഗർ എല്ലാം നോർമലായിട്ടുണ്ട്, നോ പ്രോബ്ലം. ഇപ്പം ആക്റ്റീവാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ മെഡിസിൻസ് ഞാൻ എഴുതുന്നില്ല കൂടുതലായിട്ട്. നിങ്ങൾ മെഡിസിൻസ് സാധാരണ കഴിക്കുന്നതിന് പകരമായിട്ട് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? അതെ ആയിക്കോട്ടെ. ആ ബെഡിൽ കിടന്നോളൂ, വെള്ളം ധാരാളം കുടിച്ചോളൂ. വെള്ളം ധാരാളം കുടിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അങ്ങ് മൂത്രത്തിലൂടെ അങ്ങോട്ട് പോയിക്കോളും. അതന്നെ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. നല്ല മാറ്റമുണ്ട് നിങ്ങളുടെ ശരീരത്തിന് കേട്ടോ. ഓക്കെ. ശരിക്കും ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഐഷുമ്മ ചിരിച്ചു, അറിയാതെ അങ്ങ്. എന്നാൽ അത് കണ്ട് അതാ എല്ലാവരും ചിരിച്ചു. ഐഷുമ്മ എന്നാൽ ശരി, നിങ്ങൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിക്കോളി. എന്നാൽ അപ്പോഴേക്കും അതാ നുസൈബ പറഞ്ഞു, ഉമ്മ നമുക്കിന്ന് പോയാലോ മക്കളെ. എന്നാൽ ഈ സമയം ഷെരീഫ ബീവി, ഉമ്മ എന്നാൽ ഞങ്ങൾ പോകട്ടെ എന്നാൽ, കാരണം ഇനിയിപ്പോൾ നുസിയ ഷമ്മാസും വന്നില്ലേ, തങ്ങൾക്ക് അവിടെ ആളുകളെത്തി വിളി തുടങ്ങിയിരിക്കണേ. കാരണം അവർക്ക് വേറെ ഉസ്താദ്മാരെ ഏൽപ്പിച്ചിട്ട് പോരാ, മുസ്ലിം തങ്ങളെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പ്രശ്നമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെ ഞങ്ങൾ പൊയ്ക്കോളിട്ടോ. മുസ്ലിം തങ്ങൾ ഷമ്മാസിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതായത് റിസ്വാന വക്കീലിനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നിട്ട് ഇൻഷാ അല്ലാ ഞാൻ ഒരു ഏകദേശം ഒരു ഉച്ചന് ശേഷമൊക്കെ വരട്ടെ. രാവിലെ അല്പം കുറച്ച് തിരക്കായിരിക്കും. ആയിക്കോട്ടെ എന്തായാലും. അങ്ങനെ മുഹ്സിൻ തങ്ങളും ഷെരീഫ ബീവിയും പോകുന്നു. ഡിസ്ചാർജ് ചെയ്തു, കാര്യങ്ങളെല്ലാം സെറ്റായി. അങ്ങനെ നുസൈബ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തു വെക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ഐഷുമ്മക്കാണെങ്കിൽ അതിലേറെ ഉത്സാഹം. കാര്യം മറ്റൊന്നുമല്ല, അതെ പുത്തൻവീട് തറവാട്ടിക്ക് ഒരു വക്കീൽ കുട്ടി വരുന്നുണ്ടല്ലോ. എൻ്റെ മാഷാ അല്ലാ, ഏതാന്നാവാ നല്ല വക്കീൽ. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടത്. പൈസ വാങ്ങാത്ത വക്കീൽ, പാവങ്ങളെ സഹായിക്കണ വക്കീൽ, അതുപോലെ തന്നെ ഒരാൾക്കും ഒരു രീതിയിലും ഉള്ള ഉപദ്രവമില്ലാത്ത നല്ല ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ അല്ലാ, കാണാൻ വല്ലാതെ പൂതിയാണ് റബ്ബേ. ഐഷുമ്മയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും റിസ്വാൻ വക്കീലിനെ പെട്ടെന്ന് കാണണം, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് പോകണം എന്നുള്ള ധൃതിയായി. മോനെ വേടുത്തച്ചൂട് പോവുക. ഉമ്മ ആയിക്കോട്ടെ. അങ്ങനെ ഐഷുമ്മയുടെ അടുത്ത് കുഞ്ഞിനെ അവിടെ കിടത്തി. എൻ്റെ പച്ചോൻ, എൻ്റെ ഫാത്തിമ പെണ്ണിൻ്റെ പേതാലും ഒപ്പമുണ്ട് എപ്പോഴും. സുഖമില്ലാതായിട്ട് ഉമ്മമ്മക്ക് സുഖമില്ലാതായിട്ട് ഉമ്മാനെ നോക്കാൻ വന്നിക്കാണ് അല്ലേ? അമ്മച്ചിൻ്റെ പോലെ തന്നെ ആയിക്കോളിട്ടോ. അമ്മച്ചിക്ക് എൻ്റെ നുസി റബ്ബേ, നുസിയേ നീ പോവടി, മതി ഇവിടെയൊക്കെ നന്നാക്കൊക്കെ ഞോല് നന്നായിക്കോളൂ. ഉമ്മ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ എൻ്റെ പൊന്നാര മോളെ അതൊക്കെ ഞോല് ചെയ്തോളൂ. ഉമ്മാൻ്റെ കുട്ടിക്ക് എവിടെ വന്നാലും പണി തന്നെയാണല്ലോ. അപ്പോഴേക്കും ഷമ്മാസ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചു. ഉമ്മാക്കുള്ള വീൽ ചെയറും കൊണ്ടുവന്നു. ഷമ്മാസ് ഉമ്മയെ പതുക്കെ താങ്ങിയെടുത്ത് അതിലേക്ക് വെച്ചു. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി പുത്തൻവീട് തറവാട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, ഉമ്മ അങ്ങോട്ട് എത്തുമ്പോഴേക്കും റിസ്വാന വക്കീൽ എത്തുമോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു ഉമ്മാക്ക്. അത് ഉമ്മാക്ക് അവരെ കാണാൻ വല്ലാതെ കൊതി തോന്നുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.